അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 185 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹ് ومن كان مريضا أو على فعدة من أيام أخر فمن شهد منكم ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റാക്കി ഉച്ചരിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. ഫമൻ ഷഹിദ, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഷീന് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഷഹിദ മിൻകും, നൂൻ സാക്കിനയ്ക്ക് ശേഷം വീണ്ടും ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള കാഫാണ് വന്നിട്ടുള്ളത്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കാതെ നോക്കുക. നമ്മുടെ നാവിനെ മുകളിൽ തട്ടിക്കാതെ നോക്കുകയും ചെയ്യുക കേട്ടോ. മിൻകുമുശ് ശഹ്റ ഫല്യസുംഹ്, ഷിരിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ഹ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഓതട്ടോ. ഷഹ്റ എന്ന് ഓതരുത്, ഷഹ്റ ഷഹ്റ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഫല്യസുംഹ്, ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മീമ് കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സില വന്നിട്ടുണ്ട്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളുടെ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. മിൻകുമുശ് ശഹ്റ ഫല്യസുംഹ്, ഇതുപോലെ വഖഫ് ചെയ്യുക. വമൻ കാന, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള കാഫ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. വമൻ കാന നോതരുത്. വമൻ കാന അതുപോലെ ഓതുക കേട്ടോ. മരിള, റോ കിസ്റ ആയതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. യാമതും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാനായിട്ട്. ഇവിടെ ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹംസ വന്നു. അപ്പോൾ തെൻവീനുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. മരിവൻ, നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. മണിക്കാതെയും ഓതാനും ശ്രദ്ധിക്കുക കേട്ടോ. മരിവൻ ഔ അലാ സഫർ, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് സൊയറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സഫരും ഫഇദ്ദ, ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. റോക്ക് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഫ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെക്കുക. മണിക്കും ചെയ്യുക. മറച്ചു വെച്ചിട്ട് മണിച്ചോതുക കേട്ടോ. സഫരും ഫഇദ്ദ, അയിനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാം. ഇദ്ദത്തും മിൻ, ത വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക. ലയിപ്പിക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ നന്നായിട്ട് മണിക്കും ചെയ്യുക കേട്ടോ. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹംസ വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. മിൻ അയ്യാമിൻ ഉഖർ, യാക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. മീമിന് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹംസയാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. അയ്യാമിൻ ഉഖർ, അതുപോലെ ഓതുക കേട്ടോ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് നന്നായിട്ട് പോക്കി കൊടുക്കുക. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മളുടെ വഖഫ് ചെയ്യുമ്പോൾ റോക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. റോക്ക് സുക്കൂന് കൊടുക്കുമ്പോൾ റോക്ക് സുക്കൂനും അതിൻ്റെ മുന്നേ ലക്ഷത്തിന് ഫതഹ വന്നാൽ നമ്മൾ റോ ഉയർത്തിയിട്ടാണ്, ഹെവി ആക്കിയിട്ടാണ് വഖഫ് ചെയ്യുക. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അതുപോലെ ഓതുക കേട്ടോ.
യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. യുരീദുല്ലാഹ് റ കെസ്റ ആയതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. യാമത്തും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യുരീദുല്ലാഹ് അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് വമ്മയാണ് വന്നിട്ടുള്ളത്. അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര. ലാം കൽക്കല ലെട്ടലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. സീനിനും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. യുസ്ര നോതരുത്. യുസ്ര യുസ്ര ബികുമുൽ യുസ്ര. റ ഫതഹയാണല്ലോ, അപ്പം നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റ എന്നുള്ള സൗണ്ട് കൊടുക്കുക. റ എന്നായി പോകരുത്. വലാ യുരീദു ബിക്കും. വാ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക കേട്ടോ. യുരീദു ബിക്കും. റ കെസ്റ ആയതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. യാമത്തും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ബിക്കുമുൽ ഉസ്ര വലിതുക്മിലൂ. ലാം കൽക്കല ലെട്ടലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. സീൻ കൽക്കല ലെട്ടലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഉസ്ര നോതരുത്. ഉസ്ര ഉസ്ര മഹ്റജിലേക്ക് അങ്ങ് ചേർത്തി കൊടുക്കുക. റ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റ എന്നുള്ള സൗണ്ട് കൊടുക്കുക. റ എന്നായി പോവരുത്. വലിതുക്മിലൂ. വാ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. ഖാഫ് സുക്കൂനാവുന്ന സമയത്ത് ഹാഫ് സുക്കൂന് കൊടുക്കും വേണം. പിന്നെ കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. വലിതുക്മിലൂ അതുപോലെ ഓതുക കേട്ടോ. ലാമിൻ്റെ കൂടെയുള്ള വൗമത്തിനെ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. വലിതുക്മിലുൽ ഇദ്ദ. ലാം കൽക്കല ലെട്ടലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. വാ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക കേട്ടോ. ബാക്കി ശബ്ദ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. റ കൂടെ വന്നിട്ടുള്ള വാവ് മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വമ്മയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അലാമാ ഹദാകും. അതിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാം. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹദാകും. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് അഖ്സൽ ഹൽക്കാണ്, തൊണ്ടയുടെ അവസാന ഭാഗം. അവിടെ നിന്ന് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹദാകും വലഅല്ലകും. മീം സാക്കിനയ്ക്ക് ശേഷം ബ മീമും അല്ലാത്ത ഏതക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക കേട്ടോ. ഇദ്ഹാർ ഷഫവി. വലഅല്ലകും. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. ഐനിൻ്റെ സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. പക്ഷേ മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. തഷ്കുറൂൻ. ഷീൻ കൽക്കല ലെട്ടലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. തഷ്കുറൂൻ നോതരുത്. തഷ്കുറൂൻ മഖ്റജിലേക്ക് ചേർത്തി കൊടുക്കുക കേട്ടോ. ഇനി റ വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഇനി അവസാനത്തിൽ മദ് ആരിൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.